الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله نور السماوات والأرض مثل نوره كمشكاة فيها مصباح المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور يهدي الله لنوره من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വിധിവിലക്കുകളുമായി ആദ്യമായി ഈ പ്രപഞ്ചവും ജീവിതവും ഒരു മഹാത്ഭുതം. ചിന്തിക്കുന്തോറും വിസ്മയം തീരാത്ത അത്യധികം അത്ഭുതം നിറഞ്ഞ ഒരുപാട് സംഗതികൾ, നിഗൂഢതകൾ ജീവിതത്തിലുണ്ട്. ചിന്തിക്കാൻ ഒരുപാട് സംഗതികൾ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മിൽ ഓരോരുത്തരിലുണ്ട്. കണ്ണും ചെവിയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഒരെത്തും പിടികിട്ടില്ല. പക്ഷെ അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ബുദ്ധി ഉപയോഗിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും യാതൊരു അത്ഭുതം ഉണ്ടാവില്ല. ബുദ്ധി ഉപയോഗിക്കുകയും സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്കാണ് ദൃഷ്ടാന്തങ്ങൾ പ്രയോജനപ്പെടുക എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് എപ്പോഴും ചിന്തിക്കുകയും ഈ സംവിധാനങ്ങളുടെ പിന്നിലുള്ള സൃഷ്ടാവിനെ യഥാർത്ഥത്തിൽ കണ്ടെത്തുകയും ചെയ്യണം. അങ്ങനെയാണ് നിങ്ങളുടെ സത്യവിശ്വാസം ഉറപ്പിക്കേണ്ടത്. ചുറ്റുപാടുകളെ കുറിച്ച് പഠിക്കാൻ ഖുർആൻ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. കാലാവസ്ഥയും അവിടുത്തെ മൺമറഞ്ഞു പോയ ജനതയെയും അവരുടെ ചരിത്രങ്ങളെയും പഠിക്കാനും ഖുർആൻ ഏതാണ്ട് 100ഓളം തവണ പലതരത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുപോലെ നമ്മൾ അധിവസിക്കുന്ന ഭൂമിക്ക് ചുറ്റുമുള്ള മറ്റു സംഗതികൾ,
ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇവയെ കുറിച്ച് ഖുർആനിൽ പരാമർശിക്കുന്നു. ഇതൊന്ന് വെറുതെ ഉണ്ടായി എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നതല്ല എന്ന് അവരുടെ ജീവിതം നോക്കി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സത്യവിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ ദൃഢതയോടെ നടപ്പാക്കാൻ യഥാർത്ഥത്തിൽ ഇതാണ് ആവശ്യമെന്ന് ഖുർആൻ പലവരും നമ്മെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. പല പ്രാവശ്യം ഇവിടെ തന്നെ വിശദീകരിച്ച് പറഞ്ഞാണ് പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച്, വിസ്തൃതിയെക്കുറിച്ച്. നമ്മളൊരു ചെറിയ പള്ളിയിൽ, കോഴിക്കോട്ടെ ഒരു അങ്ങാടിയിലെ ചെറിയ പള്ളിയിലായിരിക്കും. ഈ കോഴിക്കോട് കേരളത്തിലാണെന്നും കേരളം ഇന്ത്യയിലാണെന്നും ഇന്ത്യ ഭൂമിയിലാണെന്നും നമുക്ക് അറിയുന്നതാണ്. നമ്മളിവിടെ വന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലത്തല്ല ഭൂമി നിൽക്കുന്നത്. ഭൂമി ആ സ്ഥലത്ത് ഒരുപാട് മാറിപ്പോയി. ഭൂമി ഇപ്പോഴും അതിന്റെ ചലനം ദ്രുതഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കും. ഒരു ചലനമല്ല, 1000 ചലനങ്ങൾ, 2, 3, 4 എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥം വലിയ സംഗതിയാണ് നമുക്കറിയാം. അങ്ങനെ ലക്ഷക്കണക്കിന് സൗരയൂഥങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ഷീരപഥം എന്ന മിൽക്കി വേ, നമ്മുടെ കുട്ടികളെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എത്ര മിൽക്കി വേകളുണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. ഏതാണ്ട് 1250 കോടി ഗാലക്സികൾ ഈ പ്രകടമായ ഒന്നാം ആകാശത്ത് തന്നെ ഉണ്ട് എന്നാണ് ശാസ്ത്രത്തിന്റെ ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും കാൽക്കുലേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചുള്ളൂ. ഈ 1250 കോടി ഗാലക്സികളൊക്കെ ചേർത്തോണ്ട് സമാവ്, ആകാശം എന്ന് പറഞ്ഞാൽ ഖുർആൻ ഉപയോഗിച്ച സമാവാത്ത് സബ്അൻ ശിദാദ, ശക്തമായ 7 6 ബാക്കി. അപ്പൊ ഓരോ ആകാശത്തിലും ഇതുപോലെ ഇത്രയും ഗാലക്സികൾ ഉണ്ടെങ്കിൽ ആ ആകാശങ്ങൾക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചേർന്ന സിദ്റത്തുൽ മുൻതഹ എന്ന ഒരു സ്ഥലമാണ്. അതും ഒരു സ്ഥലമാണ്. സിദ്റത്തുൽ മുൻതഹയ്ക്കപ്പുറം ഇൻതഹ ജന്നത്തുൽ മഅവ, മനുഷ്യർക്ക് പാർക്കാനുള്ള സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അപ്പുറത്താണ്. അപ്പൊ നമ്മുടെ മനസ്സ് ഇവിടെ കോഴിക്കോട്ടിൽ നിന്നിറങ്ങി ഭൂമിയിൽ നിന്ന് പുറത്തായി സൗരയൂഥത്തിലൂടെ ഗാലക്സികളിലൂടെ മിൽക്കി വേക്ക് അപ്പുറം പോയി ഒന്നാം ആകാശത്ത്. പിന്നെ നമുക്ക് സഹായമുണ്ട് പ്രവാചകന്റെ യാത്ര. മേരാജിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം പോയാൽ ജിബ്രീലിന് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു പ്രത്യേക ഏരിയ, അവിടേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയത്. ഒരു പിടുത്തം കിട്ടില്ല. ഇത് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ സങ്കല്പത്തിൽ ഇത് കൊള്ളൂല എന്നതാണ്. ഇപ്പൊ സ്ഥൂല ലോകത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാനാവില്ല എന്ന് ശാസ്ത്രം ആണയിട്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞ സംഗതിയാണ്. ഏത് ഭൗതിക ശാസ്ത്രജ്ഞനോട് ചോദിച്ചാലും ഈ പ്രപഞ്ചം ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണോ, അതിലുള്ളതാണോ, അതല്ല തുറന്നതാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്താണ് പറയേണ്ടി. ഓപ്പൺ ആണെന്ന് പറഞ്ഞാലോ ഇത് എവിടെയാണ് അവസാനിക്കുന്നതെന്ന് പിടുത്തമില്ല. അപ്പൊ ഇൻ ബിറ്റ്വീൻ ടു, ഇത് രണ്ടിന്റെ ഇടയിലുള്ള എന്തോ ഒരു സാധനമാണെന്ന് പറഞ്ഞ് തടിയെടുക്കുക ചെയ്തത്. അപ്പൊ മനുഷ്യന്റെ ശാസ്ത്രജ്ഞാനം, ടെക്നോളജി വലിയ അധികം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇതൊരു വെല്ലുവിളിയാണ്. ഖുർആൻ എപ്പോഴും വെല്ലുവിളിച്ചു. അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പര്യാപ്തമായ ഒരു അവസ്ഥയിലല്ല നമ്മുടെ മനസ്സ് എന്നുള്ളതാണ്. സ്ഥൂല ലോകത്ത് സൂക്ഷ്മ ലോകത്തേക്ക് കടന്നവരാ. നമ്മുടെ ശരീരമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഭൂമിയിലെ സാധനങ്ങൾ വെച്ചാണ്. പലപ്പോഴും സൂചിപ്പിച്ച ഒരു ഹൈഡ്രജനും ഓക്സിജനും ഫോസ്ഫറസും അയണും ഒക്കെ ഉണ്ട്. ഈ മൈക്കും ഈ തടിയും ഈ ചുമലും ഈ ശരീരവും ഒക്കെ യഥാർത്ഥത്തിൽ കുറെ മൂലകങ്ങളുണ്ട്. ഏറ്റവും ചെറിയ മൂലകം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഹൈഡ്രജൻ. ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ, ഒരു പ്രോട്ടോൺ ഉണ്ട്. അതിനെ വിഭജിച്ചു കഴിഞ്ഞാൽ അത് വിഭജിച്ചിട്ടുണ്ട്. അതിന്റെ താഴേക്ക് പോയാൽ സ്വത്തുബയിൽ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ സയൻസൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് ചിലപ്പോൾ ചിന്തിക്കുക. ഇതിങ്ങനെ ആഴത്തിൽ ഇറങ്ങി പഠിക്കുമ്പോഴാണ് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനത്തിന്റെ സത്യാവസ്ഥ എന്താണ് മനുഷ്യൻ ബോധ്യമാവുക. അതിലൂടെയാണ് സത്യവിശ്വാസം, എന്തെങ്കിലും ഒരു പൊട്ട വിശ്വാസമല്ല, സത്യമായ വിശ്വാസം
ദൃഢവൽക്കരിക്കാൻ, ദൃഢമായി മനസ്സിലുറപ്പിക്കാൻ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സജസ്റ്റ് ചെയ്തിരിക്കുന്നു. ആറ്റം വിഭജനം 1900 നടത്തിയത്. പക്ഷെ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് 1400 വർഷങ്ങൾ കൊണ്ട് ഇറങ്ങിയ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ആ കാര്യത്തെ കുറിച്ച് ആറ്റത്തിനേക്കാൾ വലുതും ആറ്റത്തിനേക്കാൾ ചെറുതും എന്ന പ്രയോഗം നടത്തി. ആറ്റം എന്ന് പറഞ്ഞ വാക്കിനെ തെറ്റാണെന്നാണ്. കാരണം ഇനിയും വിഭജിക്കാനാവാത്തത് എന്ന ഒരു വാക്കാണ് ലാറ്റിനോ ഫ്രഞ്ചോടാണ്. ഇനി വിഭജിക്കാനാവാത്ത, വിഭജിച്ചു കഴിഞ്ഞപ്പോൾ ആറ്റം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തെറ്റായിപ്പോയി. പക്ഷെ എങ്കിലും പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് ഇനിയും വിഭജിക്കാനാവാത്തതെന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ വാക്ക് തന്നെ യഥാർത്ഥത്തിൽ ഔട്ട് ഓഫ് ഓർഡറാണ്. അപ്പൊ നമ്മള് ഇതിനെ ഇലക്ട്രോണിക് ബാക്കിലേക്ക് പോയാൽ വിഭജിച്ചാൽ ക്വാർക്ക് എന്ന് പറഞ്ഞ സാർ, അതിന്റെ പിന്നിലേക്ക് പോയാൽ സൂപ്പർ സ്ട്രിംഗ് എന്ന് പറഞ്ഞ സാർ, അതിന്റെ പിന്നിലേക്ക് പോകുന്നുണ്ട് എന്നാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ അയാളുടെ ജീവിതത്തിൽ 30 കൊല്ലത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് അവസാനം പരാജയപ്പെട്ടു. ദ ഫൈനൽ തിയറി എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടാക്കാൻ അവിടെ ശ്രമിച്ച് നടന്നില്ല. പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ ഗോഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്ന സംഗതിയെ സംബന്ധിച്ച് അടുത്ത കാലത്ത് മനസ്സിലാക്കുക ഏറ്റവും ഒടുവിലെത്തി. അതെങ്ങനെ ഉണ്ടാകുന്നു? എന്തോ ഒരു എനർജി എന്നാണ്. എനർജി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ മറ്റൊരു വകഭേദമാണ്. അന്തിമമായി ഏതോ ഒരു പ്രകാശത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് ഈ ആറ്റവും ഈ മഹാപ്രപഞ്ചവും മനുഷ്യ ശരീരവും എന്ന് ശാസ്ത്രജ്ഞന്മാർ കൃത്യമായി പ്രവചിച്ചു കഴിഞ്ഞു. പക്ഷെ ആ പ്രകാശം മനുഷ്യന് കാണാൻ പറ്റില്ല. നമ്മൾ കാണുന്ന പ്രകാശം സൂര്യന്റെ പ്രകാശം നമ്മൾ കാണുന്നു. പക്ഷെ നമ്മൾ കാണുന്ന പ്രകാശമല്ല, റിഫ്ലക്ഷൻ. അത് വലിയ പ്രശ്നമാണ്. ഇവിടെ ലൈറ്റ് കാണുന്നു. ഇതിങ്ങനെ സ്ഥിരമായി നിൽക്കുന്നില്ല. അതിങ്ങനെ വന്നും പോയി ഇങ്ങനെ ഇതൊക്കെ തോന്നുകയാണ്. അതിനെ നമ്മൾ കാണുന്നില്ല. അത് നമ്മുടെ കണ്ണിലൂടെ വലിച്ച് തലച്ചോറിന്റെ ഘടനയിൽ പതിച്ചൊരു ബിംബം, റിഫ്ലക്ഷൻ. അതിന്റെ പ്രതിബിംബം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഒറിജിനൽ പ്രകാശം ആരും കണ്ടിട്ടില്ല, ആർക്കും കാണാൻ സാധ്യമല്ലാതെ ഐൻസ്റ്റീൻ കുറെ വർഷങ്ങൾ മുമ്പായിരുന്നു. ഇത് സാധാരണ വസ്തുക്കൾ കത്തിയുണ്ടാവുമ്പോഴുള്ള പ്രകാശം. അതിന്റെ അപ്പുറമുള്ള ഒരു പ്രകാശത്തെ കുറിച്ച് സത്യവിശ്വാസികൾക്കറിയാം. മാലാഖമാരുടെ പ്രകാശം. മാലാഖമാരുണ്ടാക്കിയത് പ്രകാശത്താലാണ്, മലക്കുകളുടെ പ്രകാശത്താലുണ്ടാക്കിയത്. ഈ മാനിച്ചും മിന്നാണ്, തീ കൊണ്ടാണ് ജിന്നുകൾ ഉണ്ടാക്കിയത്. മണ്ണിൽ നിന്നാണ് മനുഷ്യനുണ്ടാക്കിയത് എന്നൊക്കെ ഖുർആൻ പറഞ്ഞു. അപ്പൊ പ്രകാശം അത് സൃഷ്ടികളാണ് മലക്കുകൾ. അപ്പൊ ഈ സൃഷ്ടിച്ച ആ സൃഷ്ടികൾ എവിടെയോ നിന്ന് വന്നതാണ്. അതാണ് മഹാപ്രകാശം, അതിബൃഹത്തായ പ്രകാശം. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചന സൂക്തങ്ങളിൽ ഒരു സൂക്തമാണ് ആയത്തുൻ നൂർ. സൂറത്ത് നൂറിൽ ആയത്തുൻ നൂർ പ്രകാശത്തിന്റെ ദൃഷ്ടാന്തം. ലോകത്തെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരായത്താണ്. പെട്ടെന്ന് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് സംഗതികൾ അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങളെ മുന്നിൽ കൽപ്പിച്ചത്. 24-ാം അധ്യായത്തിലെ 35-ാം സൂക്തം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. അല്ലാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ പ്രകാശമാണ് അല്ലാഹു. ഇവിടുത്തൊന്നുമില്ല. പ്രപഞ്ചത്തിന്റെ പ്രകാശം എന്ന് പറയുമ്പോൾ നമ്മൾ സൂര്യന്റെ പ്രകാശത്തെ കുറിച്ച് ചിന്തിക്കുക, അല്ല ആ പ്രകാശം. ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രകാശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അനന്തമായ പ്രകാശം. അല്ലാഹുവിന് അതിരില്ല. അല്ലാഹുവിനെ അളവാക്കാൻ പറ്റില്ല. തൊട്ടു നോക്കാനോ തൂക്കി നോക്കാനോ വിരിച്ചു നോക്കാനോ മനുഷ്യന് സാധ്യമാവില്ല. അല്ലാഹുവിന്റെ സത്ത അറിയാത്തതുകൊണ്ട് അല്ലാഹുവിന്റെ സിഫത്തുകൾ റഹ്മാനും റഹീമും എന്നൊക്കെ പറയുന്ന സിഫത്തുകളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആകാശഭൂമികളുടെ ഈ മഹാപ്രകാശം, ഈ പ്രകാശം അത് സാധാരണ മനസ്സുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ലളിതമായ ഒരു ഉപമയിലൂടെ ചിത്രീകരിക്കുന്നു. മിഷ്കാത്ത്, അവന്റെ പ്രകാശത്തിന്റെ ഉപമ ഒരു മിഷ്കാത്ത് പോലെയാണ്, മാടം പോലെയാണ്. ചുമര് അർത്ഥവൃത്താകൃതിയിൽ തുളയ്ക്കുന്ന വിളക്ക് വെക്കാനുള്ള ഒരു മാടത്തെയാണ് മിഷ്കാത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ചുമരാണ്. ഈ ചുമരിലെ പണ്ടൊക്കെ നമുക്ക് ഈ ഇലക്ട്രിക് റാന്തൽ വിളക്കുകളെന്ന് വരുന്നതിന് മുമ്പ് ചുമരിൽ ഇങ്ങനെ അർത്ഥവൃത്താകൃതിയിൽ ഈ ഭാഗം ബേസ് ഇങ്ങനെ ഫ്ലാറ്റായി മറ്റേ അർത്ഥവൃത്താകൃതിയിൽ ചുമരിന്റെ ഉള്ളിലേക്ക് ഒരു തുളക്കുന്ന മാടം. അതുകൊണ്ടാണ് പ്രത്യേകത. അതിനകത്ത് വിളക്ക് വെച്ചാൽ കാറ്റുകൊണ്ട് വിളക്കണഞ്ഞില്ല. എവിടെയാണോ പ്രകാശം വേണ്ടത് അവിടേക്ക് പ്രകാശത്തെ ഫോക്കസ് ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി കൂട്ടാൻ കഴിയും. പ്രകാശത്തിന്റെ സാന്ദ്രത കൂട്ടിത്തരുന്ന ഒരു പ്രത്യേകമായ ഒരു മാടം
നമ്മൾ സങ്കല്പിക്കാൻ പറയണം. അവന്റെ പ്രകാശം ഏതുപോലെ എന്ന് വെച്ചാൽ അതൊരു മാട പോലെയാണ്. അത് അറബി ഭാഷയിലാണ്. എന്നുവെച്ചാൽ പ്രകാശം മാട എന്നുള്ളതല്ല. ഫിഹ മിസ്ബാഹ്, അതിലൊരു വിളക്കുണ്ട്. അൽ മിസ്ബാഹ് ഫി സുജാജ, ആ വിളക്ക് ഒരു സ്ഫടിക പാത്രത്തല്ല, വെട്ടിത്തിളങ്ങുന്ന പഴയ പാത്രം. സ്ഫടികം എന്ന് പറഞ്ഞാൽ തന്നെ സ്വയം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഗ്ലാസ് കൊണ്ടുണ്ടായ സാധനം സ്ഫടികം. അതിങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോ മാടത്തില് ഒരു സ്ഫടിക പാത്രത്തിൽ ഒരു വിളക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് അൽ സുജാജ, ആ സ്ഫടിക പാത്രം അത് വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രം പോലെയാണ്. ഓ, അതിന്റെ ആ പ്രകാശത്തിന്റെ വലിയ ഡെൻസിറ്റി കൂടിയ അവസ്ഥ, അതായത് അതിന്റെ ക്വാളിറ്റി കൂടുന്ന അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അത് വളരെ ശോഭയുള്ള വെട്ടിത്തിളങ്ങുന്ന ഒരു നക്ഷത്രത്തെ പോലെയാണ്. യൂഖദുമിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. അത് കത്തിക്കുന്നത് ഒരു പ്രത്യേകതരം ഇന്ധനമാണ്. അതായത് പാശ്ചാത്യമോ പൗരസ്ത്യമോ അല്ലാത്ത, കിഴക്കോ പടിഞ്ഞാറോ അല്ലാതെ വളർന്ന വലിയ വൃക്ഷം. അവിടെയാണ് പ്രത്യേകത. ഒരു വൃക്ഷം ഭൂമിയുടെ കിഴക്ക് ഭാഗത്തായി പോയാൽ, അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് താഴോട്ടേക്ക് നിന്ന് കഴിഞ്ഞാൽ അതിന് ശരിയായ നിലയിൽ വെയിൽ ലഭിക്കില്ല. അപ്പൊ ഏറ്റവും നല്ല മെഡിറ്ററേനിയൻ കാലാവസ്ഥ എന്നൊക്കെ ഇവിടെ പറയും. ഏറ്റവും നല്ല ഒരു പ്രദേശത്ത്, അതായത് സൂര്യൻ ഉദിച്ചാൽ അസ്തമിക്കുന്നത് വരെ വെളിച്ചം ഈ ഭാഗത്തും ആ ഭാഗത്തും കിട്ടുന്ന, ഉച്ചയ്ക്ക് മധ്യത്തും കിട്ടുന്ന ഒരു പ്രത്യേക തരം സ്ഥലത്ത് അവിടെ വളർത്തിയെടുത്ത ഒലിവ് വൃക്ഷം, ആ ഒലിവിൽ നിന്നുള്ള എണ്ണ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് പറയാം. ഒരു നല്ല വീടാണ് നമ്മൾ പറഞ്ഞാൽ, നല്ല വീടിന് നല്ല ചുമരുണ്ട്, മതിൽക്കെട്ടുണ്ട്, പൂന്തോട്ടമുണ്ട്, ആർഷട്ടുണ്ട്, വീട്ടിന്റെ ഉമ്മറ എങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിന്റെ ഒരു ക്വാളിറ്റി കൂടുകയാണ്. അതുപോലെ ഇവിടെ ഈ വിളക്കിനെ സംബന്ധിച്ച്, പ്രകാശത്തെ സംബന്ധിച്ച് പറയാൻ, ഈ പ്രകാശം വഹിക്കുന്ന വസ്തുക്കളുടെ ക്വാളിറ്റീസിനെ കുറിച്ച് അതിലാണ് പറഞ്ഞിരുന്നത്. അതായത് വെട്ടിത്തിളങ്ങുന്ന, കത്തിജ്വലിക്കുന്ന ഒരു നക്ഷത്രത്തെ പോലെ വെട്ടിത്തിളങ്ങുന്ന സ്ഫടികപാത്രത്തിലുള്ള ഒരു വിസ്ഫോടനം. അത് കത്തിക്കപ്പെടുന്നതോ യാതൊരു തരത്തിലുള്ള കേടുമില്ലാത്ത കൃത്യമായ നല്ല സൂര്യപ്രകാശം ലഭ്യമായ സ്ഥലത്ത് വളർന്നു വന്ന വലിയ വൃക്ഷത്തിന്റെ എണ്ണയിൽ നിന്നാണ്. ഇനിയുടെ പ്രത്യേകത, അതിന് തീ കൊടുത്തിട്ടില്ലെങ്കിൽ എണ്ണ, അത് തിരിയുന്നോട്ട് കത്തിച്ചില്ലെങ്കിലും എണ്ണ വെട്ടി കത്തുന്നു, എണ്ണ പ്രകാശിച്ചു. വലോലം തംസസുനാർ, തീ തട്ടിയില്ലെങ്കിലും ആ എണ്ണ തന്നെ സ്വയം കത്തും. അപ്പൊ സ്ഫടികപാത്രം വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ പോലെ അതിലൊഴിക്കുന്ന എണ്ണ അതിനേക്കാൾ വളരെ ക്ലിയറുള്ള, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന, പ്രകാശം വിതറുന്ന ഒരെണ്ണ. ഒലവലം തംസസുനാർ നൂറുൻ അലാ നൂർ, അങ്ങനെ മേൽക്കുമേൽ പ്രകാശം, അങ്ങനെ മേൽക്കുമേൽ പ്രകാശം, വലിയ പ്രകാശം. ആ പ്രകാശം എല്ലാ നിലക്കും, ആ പ്രകാശമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു. അത് നമുക്ക് ഉൾക്കൊള്ളാനാവില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രകാശത്തെ സംബന്ധിച്ച് സങ്കല്പിക്കാനാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞത്. ആ പ്രകാശം എന്താണ് എന്ന് ഖുർആനിലെ മറ്റു സ്ഥലത്ത് പറയുന്നത്. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിൽ ഒരു പ്രയോഗമാണ്, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് സംഭാഷണത്തിൽ ഒരു അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഈ വാചകം ഖുർആനിൽ തട്ടിയതെന്ന് ചോദിച്ചു. അതെ അതെ, ഞാൻ ഖുർആനിലെടുത്താണ്. കാരണം ഈ പ്രസവിക്കുന്ന മുറി, പണ്ടൊക്കെ മുസ്ലിം സമുദായത്തിലെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്ന മുറി തുറന്നിടില്ല, ജനലെ തുറന്നിടും. അത് അടച്ചിടുക എന്നുള്ളതാണ്. കാര്യം പിശാചി കയറാതിരിക്കാൻ വേണ്ടി റൂമൊക്കെ അടച്ചു. കാറ്റും വെളിച്ചവും കയറാത്ത മുറികളിലാണല്ലോ പണ്ടൊക്കെ നമ്മൾ താമസിക്കുക. കാറ്റുണ്ടെങ്കിലും വെളിച്ചം എന്തായാലും വരില്ല, അങ്ങനത്തെ ഒരു എല്ലാം അടച്ചുകൂട്ടി. അപ്പൊ അവിടെ ആ നോവലിലെ കഥാപാത്രം നിസാർ അഹമ്മദ് വന്നിച്ച് പ്രസവ മുറി തുറന്നിടുമ്പോ വെളിച്ചം കിട്ടും. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രയോഗമായിട്ടാണ് വക്കം മുഹമ്മദ് ബഷീർ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം, നൂറിന് അലാനോ, മേൽക്കുമേൽ വെളിച്ചം എന്ന ആ സംഗതി വളരെ തന്മയത്തോടുകൂടി ഒരു കാലഘട്ടത്തിന്റെ ജനതയുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ അവതരിപ്പിച്ച ഒരു സാഹിത്യകാരനായിരുന്നു അദ്ദേഹം. വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം, നൂറിന് അലാനോ, മേൽക്കുമേൽ വെളിച്ചം. അതായത് വെളിച്ചം എപ്പോഴും വെളിച്ചമായിരിക്കും, അന്ധകാരങ്ങളെ ഇല്ലാതാക്കുന്ന വെളിച്ചമാണ്. ഈ വെളിച്ചത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കണ്ടെത്തുന്നു.
മനുഷ്യന്മാർക്ക് എപ്പോഴും കുഴപ്പമുണ്ടാക്കുന്ന ഖദറുമായി ബന്ധപ്പെട്ട് വിധിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഗുരുമാല ചിന്ത ഉണ്ടാക്കുന്ന ഒരു പ്രയോഗമാണ്. അല്ലാഹു യഹ്ദി മൻ യശാ എന്ന് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. 1-2 പ്രാവശ്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും കൺഫ്യൂഷൻ ആയിട്ടാണല്ലോ ചോദ്യം. അല്ലാഹു തആലയാണല്ലേ നിർമ്മാർഗത്തിലാക്കണം, നമ്മളല്ലേ? പിന്നെ അല്ലാതെ ആരാ നിർമ്മാർഗത്തിലാക്കുക? ഓരോരുത്തരുടെയും നേർമാർഗത്തിനുള്ള അർഹത. അതായത് അവനിലേക്ക് മടങ്ങുന്നവരെയാണ് അവൻ നേർമാർഗത്തിലേക്ക്. ഖുർആൻ വളരെ ക്ലിയറായി പറഞ്ഞ അടിസ്ഥാനപരമായ ഒരു ഈമാനിൽ ഫിത്ര നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ഈമാൻ കൂട്ടിക്കിട്ടണമെങ്കിൽ, ശരിയായ നിലയിൽ ഹിദായത്ത് ലഭിക്കണമെങ്കിൽ ആ ഈമാൻ ഉപയോഗിച്ച് പടച്ചവനെ എന്റെ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ, എന്നെ നീ നേരായ മാർഗത്തിൽ നടത്തണേ, ഉറപ്പിച്ചു നിർത്തണേ. അങ്ങനെയാണല്ലേ ഹിദന സിറാത്തൽ മുസ്തഖീം, ഹിദന സിറാത്തൽ മുസ്തഖീം വെറുതെ വിളിച്ചു പോകണമല്ല. നമുക്കെന്തോ ഒരു വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ കൈകണ്ടി ഹിദന സിറാത്തൽ മുസ്തഖീം, ഹിദന സിറാത്തൽ മുസ്തഖീം ചോദിച്ചു കാര്യമില്ല. പടച്ചവൻ വരാൻ നീ എനിക്ക് നൽകിയിട്ടുള്ള ആ ഒറിജിനൽ ഈമാൻ അതിൽ നീ ഉറപ്പിച്ചു നിർത്തിയിട്ട് നേരായ പാതയിൽ തന്നെ നയിക്കണേ എന്ന് ആവർത്തിച്ച് ചോദിച്ച് അതിൽ ആത്മാർത്ഥത കാണിക്കുന്നവനാണ് ഹിദായത്ത് കൊടുക്കുക എന്നുള്ള തീരുമാനിച്ചത്. അല്ലാഹ്ക്കല്ലേ അറിയുള്ളൂ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് ഓരോരുത്തർ പറയണം. അപ്പൊ അല്ലാഹ് മാത്രമേ ഹിദായത്ത് അവനിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവൻ ഹിദായത്ത് നൽകും. അതേസമയം തെറ്റിപ്പോകുന്നവനെ, അവഗണിച്ചു പോകുന്നവനെ ഇതിലുള്ള അല്ലാഹു തആല വലായത്തിലാക്കി. അപ്പൊ ഹിദായത്തിലാക്കണോ വലായത്തിലാക്കണോ അത് തന്നെയാണ്. അവിടെ വിധിയുടെ കാര്യം പറഞ്ഞിട്ട് ആരും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറഞ്ഞത് നീ അല്ലാഹുവിന്റെ പടപ്പാണ്, സൃഷ്ടിയാണ്. നിനക്ക് ഞാൻ എന്നെ സംബന്ധിച്ച് ബോധം നൽകിയിട്ടുണ്ട്. അതിൽ ഉറച്ചു നിന്ന് ശാന്തതയോടെ ദുന്യാവും ശാന്തമായ ആഹ്റവും നേടണമെങ്കിൽ നീ എപ്പോഴും എന്നിലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ മടങ്ങിക്കൊണ്ടിരുന്നാൽ, എന്നെ സ്മരിച്ചാൽ, എന്നോട് തസ്ബീഹ് ചൊല്ലിയാൽ, ദിക്ർ ചൊല്ലിയാൽ, തൗബ ചെയ്യാൽ, നമസ്കരിച്ചാൽ, നോമ്പ് പിടിച്ചാൽ, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ ഞാൻ ഹിദായത്ത് നിനക്ക് നിലനിർത്തി തരുന്നതാണ്. ഒരു കൺഫ്യൂഷൻ ഈ കാര്യത്തിലില്ല. ആരെങ്കിലും വഴികേടിലായി പോയിട്ടുണ്ടെങ്കിൽ അവർ തന്നെയാണ് അതിന്റെ ഉത്തരവാദി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അതായത് എങ്ങോട്ട് തിരിഞ്ഞു അങ്ങോട്ട് തിരിച്ചുവിടും അല്ലാഹു തആല. അല്ലാഹു തആല ആരെയും പിടിച്ചിട്ട് സന്മാർഗത്തിലേക്ക് ആക്കില്ല. അപ്പൊ ഈ മഹാപ്രകാശം ആർക്കാണ് കൊടുക്കേണ്ടത്? ആരുടെ ഹൃദയത്തിലാണ്? ഈ വടക്കമാടത്തെ ഹൃദയവുമായിട്ട് ബന്ധിപ്പിച്ചു നോക്കിയാൽ അപ്പൊ തിരിയും. മനുഷ്യ ഹൃദയം, ആ ഹൃദയത്തിലാണ് ഈ പ്രകാശം. നസല അലാ ഖൽബിക. ഈ ഖുർആൻ ഈ പ്രകാശത്തിന്റെ ഒരു വാഹകനാണ്. ഈ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശം വഹിച്ചു കൊണ്ടുവരുന്ന ഒരു അതിഗംഭീരമായ ഒരു സംഗതിയാണ് ഖുർആൻ. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വ കിതാബുൻ മുനീർ. അപ്പോൾ അല്ലാഹുവിന്റെ പ്രകാശം എന്താണെന്ന് മനസ്സിലായി. അല്ലാഹുവിന്റെ പ്രകാശം ജീവിതത്തിൽ ആനന്ദം തരുന്ന, സന്തോഷം തരുന്ന, സംതൃപ്തി തരുന്ന ഹിദായത്ത്. അത് വഹിച്ചുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ആ പ്രകാശം പരത്തുന്നത് ഖുർആനാണ്. അത് നൂറാണ്. അതുകൊണ്ട് ഖുർആൻ നൂറാണ്. അത് വഹിച്ചുകൊണ്ട് വരുന്ന, അതായത് ഒന്ന് അതിനോട് യോജിച്ചതിനല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാഹു മഹാപ്രകാശമാണ്. ആ പ്രകാശത്തിൽ നിന്നുണ്ടാക്കിയ മലക്കിലേക്ക് അവന്റെ പ്രകാശത്തിനെ സന്നിവേശിപ്പിക്കുന്നു. എന്നിട്ട് അത് നസല അലാ ഖൽബിക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഇറക്കുന്നു. അവിടെ മനുഷ്യന്റെ ആത്മാവ് പ്രകാശമായി മാറുന്നു. അപ്പൊ അല്ലാഹുവിൽ നിന്നുള്ള മഹാപ്രകാശം. അപ്പൊ നമ്മൾ ഊർജ്ജം ആവാഹിക്കാൻ അല്ലാഹുവിന് മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ജീവിതത്തിൽ ഊർജ്ജം ആവശ്യം. കണ്ണിന് കാണാൻ ഊർജ്ജം വേണം, ചുരുക്കി കേൾക്കാൻ ഊർജ്ജം വേണം, ജീവിക്കാൻ ഊർജ്ജം വേണം. അപ്പൊ ഊർജ്ജം ആവാഹിക്കാൻ, മനുഷ്യ മനസ്സിന്റെ തന്റെടവും ശക്തി ആവാഹിക്കാൻ അല്ലാഹുവിലേക്ക് തന്നെ തിരിയണം എന്നുള്ളതാണ്. ഊർജത്തിന്റെ സ്രോതസ് ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്നിലധികം സ്രോതസ്സുകൾ, ഊർജ്ജ സ്രോതസ്സുകൾ പ്രപഞ്ചത്തിലില്ല. അപ്പൊ എല്ലാത്തരം ബഹുദൈവത്വ സങ്കല്പങ്ങളെയും പ്രപഞ്ചത്തിന്റെ സംവിധാനം തകർത്തുപോയി. വ്യക്തമായ തൗഹീദല്ലാതെ പ്രപഞ്ചത്തിൽ ഒരു സ്ഥലത്തും ഒന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൃത്യമായും അല്ലാഹു എന്ന പ്രകാശം സൃഷ്ടിച്ചു മാലാഖ എന്ന പ്രകാശത്തിലേക്ക് സന്നിവേശിപ്പിച്ച് അത് ഇങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യണം. ഇൻസാൽ അതിങ്ങോട്ട് റേഡിയേറ്റ്. ഇത് ഖുർആൻ മാത്രമല്ല, ഈ ഖുർആൻ മാത്രമല്ല പ്രകാശം. നേരത്തെ ഉണ്ടായിരുന്ന ഇന്ന അൻസൽനാഹു തൗറാത്ത ഫീഹാ ഹുദൻ വ നൂർ, തൗറാത്തിലുണ്ട്. വആതൈനാഹുൽ ഇൻജീല ഹുദൻ വ നൂർ, ഇൻജീലിലുണ്ട്. ദിവ്യമായ എല്ലാ സംവിധാനങ്ങളും എല്ലാ ബോധനങ്ങളും അത് പ്രകാശവാഹകരായിരുന്നു, പ്രകാശം വഹിച്ചുകൊണ്ടിരുന്നു.
ആ പ്രകാശത്തിലൂടെ അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. ഈ പ്രകാശത്തിന്റെ ഉടയവനായ അല്ലാഹുവിനെ ആരെങ്കിലും രക്ഷാധികാരിയാക്കിയാൽ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, എല്ലാ ജീവിതാന്തകാരങ്ങളിൽ നിന്നും അവരെ പ്രകാശത്തിലേക്ക് നയിക്കും. അന്ധകാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുട്ടാണെന്ന് വിചാരിക്കണ്ട. ദാരിദ്ര്യം, ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, കൺഫ്യൂഷൻ, ഇതൊക്കെ അന്ധകാരത്തിൽപ്പെട്ടതാണ്. നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുക, കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കുക, ബന്ധങ്ങൾ വഷളായി പോവുക, ഇടപാടുകൾ നന്നാവാതിരിക്കുക, കച്ചവടം നേരെയാവാതിരിക്കുക, ഉദ്യോഗം ശരിയാകാതിരിക്കുക, അങ്ങനെ എല്ലാ നെഗറ്റീവ്സും അന്ധകാരം. അതാണ് ഒലുമാത്ത്, അന്ധകാരങ്ങളിൽ. നൂർ എന്ന് പറഞ്ഞാൽ അൻവാർ എന്ന് ഉപയോഗിച്ചിട്ടില്ല. നൂർ ഒറ്റ, അത് ഏകമാണ്. മിനൽ ളുലുമാതി ഇലൻ നൂർ. അല്ലാഹുവിനെ വിട്ടുകഴിഞ്ഞാൽ യുഖ്രിജുഹും മിനൻ നൂരി ഇലൽ ളുലുമാത്. ഈ അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് ജീവിതത്തിന്റെ ഒരുപാട് അന്ധകാരങ്ങളിലേക്ക് തള്ളിവിടുന്നു മനുഷ്യൻ. അവൻ അസൂയുണ്ടാവും, അത് അന്ധകാരം. പക, വിദ്വേഷം, വൈരാഗ്യം, വേണ്ടാത്ത എല്ലാ തോന്നിയാസങ്ങളും, മാത്സര്യം, ഇടമത്സരങ്ങൾ, കേസ്, വഴക്ക്, കോടതി, വക്കീല്, അങ്ങനെ സകല ജാതി ഇടങ്ങളിലും അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശങ്ങളിലേക്ക് അള്ള നയിക്കുമ്പോൾ ഇവിടെ പ്രകാശത്തിൽ നിന്ന് അന്ധകാരങ്ങളിലേക്കാണ് ഈ പിശാച് നിൽക്കുന്നത്. പിശാച് പ്രകാശമില്ലാത്തതാണ്. പിശാച് പ്രകാശമില്ലാത്തതാണ്. ഈ പ്രകാശം, ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശം, അള്ള നൽകിയ പ്രകാശം, പ്രകാശവാഹിയായ മലക്ക് വഹിച്ച പ്രകാശം, മുഹമ്മദായ പ്രകാശം പരത്തിയ പ്രകാശം, അത് ഇസ്ലാമാണ്. അതിന്റെ ശത്രുക്കൾ അവരുടെ വായ കൊണ്ട്, അവരുടെ വായ കൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രകാശത്തെ കുറിച്ച് അനാവശ്യം പറഞ്ഞു പരത്തിച്ചു. അതിനെതിരെ മർദ്ദന പീഡനങ്ങൾ വെച്ചിട്ട് അവരവരുടെ വായ കൊണ്ട് ഊതിക്കെടുക്കാൻ ശ്രമിക്കുകയാണ്. വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. വേറെ സ്ഥലത്ത് വലൗ കരിഹൽ മുശ്രികൂൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഈ പ്രകാശം ദുനിയാവിൽ തന്നെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പ്രകാശം വഹിച്ചുകൊണ്ടുവരുന്ന സത്യവിശ്വാസികൾ ഒരിക്കലും ബേജാറാവേണ്ടതില്ല. അവിടെ സെൽഫ് കോൺഫിഡൻസ്, ഫുള്ളി കോൺഫിഡന്റ് ആയിട്ട് സമ്പൂർണമായ ആത്മവിശ്വാസത്തോടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകാനുള്ള ആർജവം, അതിന് ആർജവം ഉണ്ടാവാനുള്ള ഊർജം ഈ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം എവിടെ തിരിഞ്ഞാലും അല്ലാഹുവാണ് ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശം. ഒരു വസ്തു അത് വർക്ക് ചെയ്യുന്നതും, ഒരു സ്ഥലത്ത് നമ്മൾ നടന്നു പോകുന്നതും, ഒരു ഇടപാടിൽ ബന്ധപ്പെടുന്നതും എല്ലാം അവിടെയുള്ള എല്ലാ വസ്തുക്കളുടെയും നിയന്ത്രണമുള്ള ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈവശമാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. ഈ പ്രകാശമാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത്. ഇതാണ് സന്മാർഗം, ഇതാണ് ഇസ്ലാം, ഇതാണ് ശാന്തി. കാരണം ആ ഇസ്ലാമാണ് അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം എന്ന് നമ്മൾ കൊണ്ട് പറയും. ഈ പ്രകാശമേ ശാന്തി നൽകൂ. ആ ശാന്തി അള്ളയിൽ നിന്ന് മാത്രമാണ്. അള്ളയിൽ നിന്ന് തുടർന്ന് ശാന്തി അള്ളയിലേക്ക് തന്നെ പോകും. ഈ ദുനിയാവ് വിട്ടാൽ ഉദ്ഖുലുഹാ ബിസ്സലാം ദാലിക യൗമുൽ ഖുലൂദ് ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. നിങ്ങൾക്ക് ശാന്തി എന്നല്ലാതെ മന്ത്രം സ്വർഗത്തിൽ നിന്ന് കേൾക്കില്ല. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു വിളിക്കുന്നത് ഈ ശാന്തിയുടെ പ്രകാശത്തിന്റെ ലോകത്തേക്കാണ്. തയ്യാറുള്ളവർക്ക് പോകാം എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അപ്പൊ ആ പ്രകാശത്തെയും ശാന്തതയും ഇങ്ങനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മേൽക്കുമേൽ പ്രകാശത്തിന്റെ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് ഖുർആനും പ്രവാചകനും നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ദുനിയാവിൽ അതിലൂടെ നടന്നു കഴിഞ്ഞാൽ പരലോകത്തും അതിലൂടെ തന്നെ നടന്നു നീങ്ങാൻ സാധിക്കുമെന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നെ പറയും. അപ്പൊ വളരെ ഗൗരവമുള്ള ആഴത്തിലുള്ള ഒരു സംഗതിയാണ് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. ഓരോരുത്തരുടെ വിജ്ഞാന നിലവാരവും ബൗദ്ധിക നിലവാരം അനുസരിച്ച് ചിന്തിച്ച് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഈ ആയത്ത് പോയിട്ട് പഠിച്ച് മനസ്സിലാക്കുകയും കൂടുതൽ ഗവേഷണം ചെയ്യുകയും എന്നിട്ടത് സ്വന്തം ദൃഢബോധ്യത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക. അതിൽ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا من بغير جلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما
صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്ക് മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊപ്പം പോലെ നിങ്ങളോട് രണ്ടാമതായി വളർത്തുകയാണ് വസിയത്ത്. ഇങ്ങനെ ലോകത്തിനും മനുഷ്യർക്കും പ്രയോജനപ്രദമായ ഒരുപാട് സംഗതികൾ ഖുർആനിലുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് നേതാക്കന്മാർക്ക് ഇതിനൊന്നും നേരില്ല. അവഗണിച്ച് തള്ളേണ്ട അഗണ്യകോടിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പൊലിപ്പിച്ച് പുസ്തകം എഴുതുകയും യോഗം നടത്തുകയും ഫ്ലക്സ് അടിക്കുകയും ചെയ്തിട്ട് ഈ ദീനിന്റെ മുഖം മറ്റുള്ളവർക്ക് വികൃതമായി കാണിച്ചു കൊടുക്കുന്ന തത്രപ്പാടിലാണ് അങ്ങുള്ളവൻ മുതൽ ഇങ്ങുള്ളവൻ വരെ പണ്ഡിതന്മാരുടെ നീണ്ട നിര ആധുനിക ലോകത്ത് ലോകവ്യാപകമായി നിലനിൽക്കുന്നത്. പ്രശ്നം ഭൗതികമാണ്. തോങ്ങൽസം, സ്ഥാനമാനങ്ങൾ, ഞങ്ങളാണ് വലുത്, ഞങ്ങളെ ഗ്രൂപ്പാണ് വലുത്, ഞങ്ങളെ പാർട്ടിയാണ് ദീനുൽ ഇസ്ലാമിന്റെ കട്ടാള്, സ്വർഗത്തിൽ അള്ളാന്റെ അടുത്ത ആളുകൾ ഞങ്ങളാണ്, മറ്റുള്ളവരൊക്കെ പോക്കാണ് എന്ന് പരസ്യ പ്രഖ്യാപനം പൊങ്ങച്ച് നടത്തലാണ് ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും ബഹുഭൂരിപക്ഷം ആളുകളുടെയും പണി. അവരറിയുന്നില്ല അവർ ഈ പൊങ്ങച്ച് നടത്തുമ്പോൾ, ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ, അടിച്ചുവിടുമ്പോൾ ഇത് ഇസ്ലാമിനെ കുറിച്ചുള്ള മോശമായ ചിത്രമാണ് മറ്റുള്ളവർക്ക് നൽകുക. അതുകൊണ്ട് നാട്ടിലാളുകൾ ഈ മുസ്ലിങ്ങളുടെ പറ്റൂല. നമ്മളെ കണ്ടുകൊണ്ട് ആരെങ്കിലും ദീനിൽ ഒരുങ്ങി വെച്ചാൽ വരില്ല. കാരണം ഈ ദീനിൽ എന്താ കാര്യം? നമ്മൾ കൊണ്ടുനടക്കുന്ന ദീനിൽ അല്ലാഹു പറഞ്ഞ ദീൻ വേറെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ദീൻ വേറെ. അത് ശാന്തിയുടെ, സമാധാനത്തിന്റെ, മനുഷ്യത്വത്തിന്റെ, സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, കാരുണ്യത്തിന്റെ, വിജയത്തിന്റെ, ഔന്നിത്യത്തിന്റെ, അന്തസ്സിന്റെ, അഭിജാത്യത്തിന്റെ കണ്ണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. അന്തസ് എന്നൊക്കെ പറഞ്ഞ അല്ലാഹുള്ളതാണ്. പിന്നെ അവന്റെ പ്രവാചകനും സത്യവിശ്വാസികൾക്കുള്ളതാണ്. പക്ഷെ നമുക്ക് അല്ലാഹ് അന്തസ്സുണ്ട് എന്ന് പറയില്ല. പ്രവാചകന്റെ അന്തസ്സിന് ഒരു കുറവ് കാണിച്ചു. ആരെങ്കിലും നാല് കാർട്ടൂൺ എഴുതിയാൽ പ്രവാചകന്റെ അന്തസ് ഇരിക്കുമല്ലോന്നില്ല. പക്ഷെ നമ്മുടെ അന്തസ്സോ നമ്മളതിന് അർഹരല്ലാത്തതുകൊണ്ട് ആ അന്തസ് ഇപ്പൊ നമുക്ക് ഇല്ലാതിരിക്കുന്നു. ആഗോളാടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു നാട്ടിലെ 5-6 ജില്ലാ ഗ്രൂപ്പിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. ആഗോളാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര സുന്ദരമായ അല്ലാഹുവിലേക്ക്, ശാന്തിയിലേക്ക്, ആശ്വാസത്തിലേക്ക് മനുഷ്യനെ വിളിച്ചുകൊണ്ടുപോകുന്ന അതിഗംഭീരങ്ങളായ ഒരുപാട് സംഗതികൾ അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു. أفمن شرح الله صدره للإسلام فهو على نور من ربه. ആരുടെയെങ്കിലും ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന് വേണ്ടി വിശാലപ്പെടുത്തിയാൽ അഫമൻ ശറഹല്ലാഹു, അഫമൻ ആരെങ്കിലും ശറഹല്ലാഹു, അല്ലാഹു വിശാലമാക്കിയാൽ സദ്റഹു അവന്റെ നെഞ്ചിനെ, അവന്റെ ഹൃദയത്തെ ഇസ്ലാമി, ഇസ്ലാമിന് വേണ്ടി ഫഹുവ അവൻ, അപ്പോൾ അവനാകുന്നു അലാ നൂരിൻ മിർ റബ്ബി, അവന്റെ രക്ഷിതാവിന്റെ പ്രകാശത്തിലാകുന്നു. അപ്പൊ നമ്മൾ നോക്കാം, നമ്മുടെ ഇബ്ലീസിന്റെ പ്രകാശത്തിലാണോ അതല്ല രക്ഷിതാവിന്റെ പ്രകാശത്തിലാണോ? ഇബ്ലീസിന്റെ അന്ധകാര പ്രകാശം എന്ന് പറയുന്ന വാക്ക് ശരിയല്ല. അല്ലാഹുവിന്റെ പ്രകാശത്തിലാണോ ഇബ്ലീസിന്റെ അന്ധകാരത്തിലാണോ ആധുനിക മുസ്ലിം സമൂഹം നീന്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം പരിശോധിച്ചുകൊണ്ടാൻ പര്യാപ്തമായ കാര്യത്താണ്. നമ്മൾ ആരെയും കുറിച്ചും പറയണ്ട. അവനവനിലേക്ക് നോക്കിയാൽ, ഞാൻ എന്നിലേക്ക് നോക്കുക, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലേക്ക് നോക്കുക, കുടുംബത്തിലേക്ക്. അംഫുസകും വഅഹ്ലീകും നാറാണ്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളൂ എന്നതാണ്. അപ്പൊ അതിന് ഒരൊറ്റ പണിയാണ് തൂബൂ ഇലല്ലാഹി തൗബതൻ നസുഹ. തൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊള്ളുക. കഴിവിന്റെ പരമാവധി ചെയ്തു പോയ സംഗതികളെ അനലൈസ് ചെയ്തിട്ട് അവലോകനം ചെയ്തിട്ട് ഇന്നതൊക്കെ തെറ്റായി പോയി തമ്പുരാനെ എന്ന് ഒരു ദാർഢ്യമില്ലാതെ, പൊങ്ങച്ചമില്ലാതെ, ഈഗോ എന്ന് കാണിക്കുക. ആരോടാ ഈ കാണിക്കുന്നത്? അള്ളാഹിനോട് ഈ കാണിച്ചത് എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ രഹസ്യമായി അള്ളാഹിനോട് പഠിച്ച തമ്പുരാനെ ഞാൻ ഇങ്ങനെയൊക്കെ കാട്ടിപ്പോയി, കുളിമലാണ്, കുഴപ്പമാണ്, എന്റെ കാര്യം അബദ്ധത്തിലാണ്. ഇതൊന്ന് മനസ്സിലാവണമെങ്കിൽ കുറച്ച് ഇമാമാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടെ പ്രശ്നം
നമ്മൾ വിചാരിക്കില്ല ഇത്രയൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടും ആളുകൾ ഇത് നേരാവാക്കുന്നത് വെച്ചാല് അവര് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരാണെന്ന് അവര് ധരിച്ച് വശായി നടക്കുകയാണ് എന്ന് അള്ളാഹു തആല പറയാം. സീല് വെച്ചാൽ പിന്നെ തിരിച്ചിട്ടില്ല. ആരെ എപ്പ സീല് വെക്കണമെന്ന് അവനല്ല തീരുമാനിക്കണം, അള്ളാഹ് തീരുമാനിക്കണം. അപ്പൊ നമ്മളെ ഓരോരുത്തരും സീല് വെച്ച് പോകുന്നതിന് മുമ്പ് അത് മുസ്ലിം പേരുണ്ടായിട്ട് പള്ളിക്കാരിക്കൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. റേഷൻ കാർഡിലും വോട്ടർ ലിസ്റ്റിലും പാസ്പോർട്ടിലും അതുപോലെ പേരുണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അള്ളാഹുമായുള്ള ബന്ധമുള്ള സത്യവിശ്വാസന്റെ മനസ്സിനെ കുറിച്ച് പറഞ്ഞാൽ നൂരിൻ റബ്ബി, ഈ പ്രപഞ്ചത്തിന്റെ മഹാപ്രകാശമായ പ്രകാശത്തിന്റെ മാലാഖയ ജിബ്രീൽ കൊണ്ടുവന്ന് പ്രകാശത്തിന്റെ പ്രവാചകനായ നബിയുടെ ഹൃദയത്തിലൂടെ വിട്ട് അത് ഇങ്ങോട്ട് നമ്മളിലേക്ക് വരുമ്പോ നമ്മുടെ ഹൃദയത്തിലും അതെത്തും. ജിബ്രീലും റസൂലിന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്ന അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലെത്തും, മലക്കളോട് കൊണ്ടുവരും. അപ്പൊ അത് നോക്കിക്കാണാൻ കഴിയും. അവന്റെ രക്ഷിതാവിന്റെ പ്രകാശത്തിലായിരിക്കും അവൻ എന്ന് പറഞ്ഞാല്, പ്രകാശം എന്ന് പറഞ്ഞാൽ അവന് ജീവിതത്തിന്റെ എല്ലാ വിജയവീഥികളും നോക്കിക്കാണാനുള്ള ചങ്കൂറ്റവും തന്റെടവും ആർജവും അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഉണ്ടാവുന്ന പറഞ്ഞത്. അല്ല ടോർച്ചടിക്കുന്ന പ്രകാശത്തെ കുറിച്ചല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നടക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വേദനകളും പ്രയാസങ്ങളും അവൻ ക്ഷമയോടെ തരം ചെയ്യുമ്പോൾ അവന് രണ്ട് കൂലിയാണ്. അവനെന്തെങ്കിലും നന്മ കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അത് മറ്റുള്ളവർ കൊടുക്കാനാണെങ്കിൽ കൊടുക്കും, ഒന്നും പിടിച്ചു വെക്കില്ല. കാരണം അവന് കൊടുക്കാനല്ലാതെ ഇവിടെ നേടാനൊന്നുമില്ല. നേടാനുള്ളത് പരലോകത്തേക്കാണ്. ദുന്യാവിലുള്ളതെല്ലാം കൈവിട്ട് പരലോകത്തേക്ക് സമ്പാദിക്കുക എന്നതാണ് സത്യവിശ്വാസത്തിലൂടെ മനുഷ്യൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയും ആക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبو بكر وعمر وعثمان وعلي بقية أصحاب رسول الله أجمعين. قالوا لوانا يتبدان نقول എല്ലാവരും പാപങ്ങൾ ചെറുപാപങ്ങൾ നീ പുറത്തു മക്കളെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യ സന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, നാട്ടുകാർ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും നീ പുറത്തു മക്കളെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിൽ വന്ന ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുങ്ങി തമ്പുരാനെ. ആ കബറിടങ്ങളെ നിന്റെ പ്രകാശം കൊണ്ട് പൊതിയണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി ആശ്വാസത്തിന്റെ വഴിയിലൂടെ നടത്തണേ തമ്പുരാനെ. രോഗികളായി കിടക്കുന്ന ഞങ്ങളുടെ രോഗങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് നിഷ്കാരപ്പെടുത്തണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം പരിഹരിച്ചു കൊടുക്കുകയും അവർക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, വേണ്ടപ്പെട്ടവരുടെ എല്ലാ കുറവുകളും പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളും സമ്പത്തുകളും നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാർക്കും അല്ലാത്തവർക്കും ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, നിന്റെ പ്രകാശത്തിൽ നിന്നുകൊണ്ടുകൊണ്ട് ഈ ജീവിതം പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇത് ഉൾക്കൊണ്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ചു തരം നൽകണേ നാഥ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ സംരക്ഷണത്തിൽ അന്ത്യം വരെ പിടിച്ചു നിർത്തണേ തമ്പുരാനെ. നിന്റെ സംരക്ഷണത്തിൽ സ്വർഗത്തിൽ നിന്നെ കാണുന്നത് വരെ നീ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا إنك أنت التواب الرحيم وتب علينا إنك أنت الغفور الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة